സ്വർഗരാജ്യത്തിൻ്റെ ചൈതന്യം നന്മയുള്ളവരുടെ ആത്മാവിൽ മുദ്രകുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസ് 17:22 ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കർത്താവ് പറഞ്ഞത്. തൻ്റെ കൊച്ചു ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് തന്നെക്കൊണ്ട് എന്ത് നന്മ ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിച്ചതിനാലാണ് പരിശുദ്ധ കന്യാമറിയാമിന് തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിനെ സന്ദർശിച്ച് 3 മാസം അവളോടുകൂടെ പാർക്കുവാനും കാനാവിലെ വിവാഹ വീട്ടിൽ ക്രിസ്തുവിൻ്റെ പക്കൽ ആ വീട്ടുകാർക്ക് വേണ്ടി മധ്യസ്ഥയായി നിൽക്കുവാനും സാധിച്ചത്. പരിശുദ്ധ റൂഹായുടെ നിരന്തര വ്യാപാരത്താൽ നന്മയുള്ള ആത്മാക്കൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പറുദീസായുടെ ആ മധുരം ആസ്വദിക്കുന്നു. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പങ്കിടലിൻ്റെയും കരുതലിൻ്റെയും പുണ്യപ്രവർത്തികൾ ഈ ഭൂമിയെ പറുദീസയാക്കി മാറ്റുന്നു. സ്നേഹപൂർവ്വം റൂബിനച്ചൻ.